അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കുമ്പോൾ എൻ്റെ കൂടെ കാത്തുമ്പോൾ എഴുന്നേക്കാറുണ്ട്. ഇന്ന് തപ്പയും മോളും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് അതേ നേരത്തേക്ക് നീണ്ടു നിന്നില്ല. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങാട്ട് മുന്നേ തന്നെ ഇതാ നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റുണ്ട്. ഞാൻ മുടി കെട്ടുമ്പോഴേക്കും അവൾ എഴുന്നേറ്റ് തുടങ്ങി. അവൾ ഞളങ്ങാൻ തുടങ്ങി ഉറപ്പിച്ചോ ഞാൻ അപ്പുറത്തില്ലെങ്കിൽ അവൾ എഴുന്നേക്കും. ഇതാ എഴുന്നേറ്റ് ഈ നേരത്തെ ഞാൻ ഓൺ വോയിസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാനിൻ്റെ ശബ്ദമുള്ളതുകൊണ്ട് ഭയങ്കര കരകരാപ്പാട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഓൺ വോയിസ് കൊടുക്കഴിഞ്ഞ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ലൈറ്റ് ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഏട്ടനും എഴുന്നേറ്റുണ്ട്, പക്ഷെ അവൻ ബെന്നി ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അവ എഴുന്നേക്കഞ്ഞ്. ഇനി അടുത്ത പരിപാടി എനിക്കും ഏട്ടനും കാത്തും ഉമ്മ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവളോട് ഉമ്മ ചോദിക്കുമ്പോൾ ഇരുന്ന് അങ്ങോട്ടും ഞളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഉറക്കം മതിയാവാത്ത പോലെ. അവൾക്ക് ഉറക്കം മതിയായിട്ടില്ല, പക്ഷേ ഞാനവിടെ കിടന്നാൽ മാത്രമേ അവൾ കെടുക്കുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 7:30 ആയിട്ടുള്ളതുകൊണ്ടായിരുന്നു ഞങ്ങൾ കെടുക്കാൻ നിന്നില്ല. അതിനതാ ഞങ്ങൾക്ക് ഉമ്മയൊക്കെ തന്നു. ഞാൻ അവൾ മുടി ഒന്ന് കെട്ടി വെച്ചെടുക്കാൻ പോവുക. കാരണം ഫ്രണ്ടിലേക്ക് വരുന്ന മുടിയൊക്കെ അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, എന്തിനാണ് ഇത്രയും ചെറുപ്പത്തിൽ കാത്തുമ്പേരെ മുടി വളർത്തണേന്ന്. നമ്മൾ ആളുടെ മുടി വളർത്തണില്ല. ആൾക്ക് 2 സ്ഥലത്ത് മുട്ടടിക്കാൻ വേണ്ടി നമ്മൾ നേരുന്നുണ്ട്. ഒന്ന് വേളങ്കണ്ണിയിലും പിന്നെ പളനിയിലും. അപ്പോൾ നമ്മൾ വേളങ്കണ്ണിക്ക് പോലെ ടൈം കിട്ടിയിട്ടില്ല. നമുക്ക് വർക്കും സീസൺ ആയതുകൊണ്ട് അത് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കാത്തുമ്പേരെ മുടി ഇത്രയ്ക്ക് ഇരിക്കുന്നത്. നമ്മൾ ആളുടെ മുടി മുട്ടടിക്കും, അല്ലാതെ ആളുടെ മുടി വളർത്തില്ല. പക്ഷെ ഉള്ള കാലം ചിക്കൊക്കെ കളഞ്ഞ് എണ്ണയൊക്കെ തേച്ച് നല്ലപോലെ നോക്കുന്നുണ്ടെന്ന് മാത്രം. അത് ഞങ്ങൾ ഏട്ടൻ കുറച്ച് നേരം കിടന്നോട്ടെ വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നേരെ ഞങ്ങൾ പല്ലേക്കാൻ വേണ്ടി പോയിട്ടാണ്. അതിന് മുന്നേ ഞാൻ എൻ്റെ കമ്പിയൊക്കെ ഊരി വെച്ചു. പല്ലേക്കാൻ നോക്കിയതാണ്. അപ്പോൾ അവൾക്ക് പുതിയ ബ്രഷ് മേടിച്ചിട്ടുണ്ട്, അതെടുക്കാൻ പോയതാട്ടോ. ഈ പെണ്ണ് എപ്പോഴും ബ്രഷൊക്കെ എടുത്ത് അവിടെ ഇവിടെയും കൊണ്ടിടും. അങ്ങനെ എത്ര ബ്രഷ് ഈ പെണ്ണിന് മേടിക്കണ വെച്ചിട്ട്. പക്ഷേ അവൾക്ക് പല്ലേക്ക് ഇഷ്ടമൊക്കെ ആട്ടോ. പക്ഷേ കുറേ നേരം അവളത് പിടിച്ചിരിക്കും. പിന്നെ അവളെ പല്ലുമൊരു കളർ എല്ലാവരും ചോദിക്കാറുണ്ട്, അതെന്താണോ കാൽസ്യ കുറവിൻ്റെ എന്തോ കുണുക്കമോനുണ്ട്. അതേപോലെ തന്നെ ഇവൾക്കും പല്ലുമ്പോൾ ചെറിയ കളറുണ്ട്, അത് പോകണില്ല കേട്ടോ. അവൾ പല്ലൊക്കെ തേക്കുമെങ്കിലും അത് പോകണില്ല. പിന്നെ ഞാനും പല്ലൊക്കെ തേച്ചു. ഇനി വേണം അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. കാരണം ഇന്നലെ രാത്രി എത്തി, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പോകും. കാരണം എനിക്ക് നാളെ വർക്കുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലവ് ലാപ്പിൻ്റെ ആൽഫ ബേബി സ്ട്രോളർ ആട്ടോ. കുറച്ച് നാളുകളായിട്ട് ഞാൻ കാത്തിനത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാത്തു ഭയങ്കര ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. എവിടെ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഉണ്ണികളെ എടുത്ത് നടക്കുക എന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ചെറിയ ബേബീസിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ബെൽറ്റും കാര്യങ്ങളും വേണം. അപ്പോൾ ഇത് 5 പോയിന്റ് സേഫ്റ്റി ബെൽറ്റാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉണ്ണികളെ പേടിക്കുകയേ വേണ്ട, അത് നല്ല സ്ട്രോങ് ആയിരുന്നോളും. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം കൂടെയാണ് ഇത്. വേറെ ഒന്നല്ല, അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് ആണുള്ളത്. നമ്മൾ ഉണ്ണികളെ കാല് സേഫ് ആയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ അടിയിൽ ചെറിയ ബാസ്ക്കറ്റ് പോലെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ണികളെ ഐറ്റംസോ ഉണ്ണികളെ ബാഗോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ ഉണ്ട്, അത് ഉണ്ണികൾക്ക് പിടിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മൾ ഉണ്ണികളെ വെയിലത്തോ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ ഷെയ്ഡ് ഇട്ടോടത്ത് ഉള്ളിൽ മൊത്തയ്ക്ക് വെയിലടിക്കില്ല. ഇനി നമുക്ക് ഉണ്ണികളെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ സിബ് ഉണ്ടാ തുറന്നിട്ട് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഷെയ്ഡ് ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ണികളെ കാണാതിരിക്കുന്നില്ല. അതേപോലെ ഉണ്ണികൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്കിത് നന്നായി കിടത്തി കൊടുത്തിട്ട് ഇവിടെ വേറൊരു സിബും കൊണ്ടുണ്ട്, അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിടത്തിയിട്ട് അവരെ കിടക്കുമ്പോൾ അവരുറങ്ങാണോ എഴുന്നേറ്റിരിക്കുകയാണോ നോക്കാനും നമ്മളോട് പറ്റും. കാത്തുമുണ്ട് അവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പം അവർക്ക് ബോറടിക്കില്ല, നമ്മളെയും കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇതിന് തുറന്നു വെച്ചാൽ മതി. അപ്പം ഞാനിങ്ങനെയൊക്കെ തുറന്നു വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സിബ് കൂടി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ കിടക്കണേ കിടക്കാം, ഇരിക്കണേ ഇരിക്കാം. അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് കിടത്തിയിട്ടാണ് കൂടുതൽ സിബ് തുറന്നേണ്ട ആവശ്യമില്ല. ഉള്ളിൽ ഉറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉറങ്ങാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റും. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അവർ തരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആട്ടത്. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ 360 ഡിഗ്രിക്ക് കറങ്ങുന്ന വീലാണ് ഇതിനുള്ളത്. അത് മാത്രമല്ല, ഇതിന് എങ്ങനെ പോയാലും ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതപ്പോൾ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്നോളും. പിന്നെ എന്താ എണങ്ങില്ല കേട്ടോ, അത് അവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനോട് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അറക്കത്തൂടെ പോകുമ്പോഴും നമുക്ക് ബ്രേക്ക് അമർത്തി കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ അവള്. ഇനി നമുക്ക് അവൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ട്രോളി പോലെ കൊണ്ട് നടക്കാനുള്ള ഓപ്ഷനോട് ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഞാൻ ട്രോളി പോലെ ഇങ്ങനെ വലിച്ചോട് വറക്കാം. നമുക്കിങ്ങനെ എടുത്ത് പൊക്കി ഭാരം കൊണ്ട് നടക്കേണ്ട ആവശ്യം നമുക്ക് ഇതിന് വരുന്നില്ല. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തതിന്റെ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ എന്റെ ലിങ്കും കാര്യങ്ങളും പിൻ ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പോയി പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പോഴേക്കും താഴെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഞാൻ ഏട്ടൻ്റെ കാത്തുനെ ഏൽപ്പിച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് ചെന്നു കേട്ടോ.
അപ്പോൾ അമ്മ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ അങ്ങോട്ട് വിളിച്ച് നോക്കുകയാണ്. എന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. പിന്നെ എനിക്ക് ആർക്കോ മെസ്സേജിന് റിപ്ലൈ കൊടുത്താൽ ആർക്കാന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. എനിക്ക് വല്ല മെസ്സേജ് ഞാൻ 2 ദിവസം കഴിഞ്ഞാലാണ് ആർക്ക് റിപ്ലൈ കൊടുക്കുക. അതെൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഞാൻ ആകെ വാട്സപ്പ് എടുക്കുക അമ്മേനെ വിളിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഞാൻ കാത്തുമ്മേനെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അവിടെ ബ്രഷ് ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അപ്പളിക്കുള്ള ആപ്പിൾ അവിടെ ഫ്രൂട്ട്സിൻ്റെ ഡപ്പയിൽ കിടപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ അതും ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് ആപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അമ്മാമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അമ്മാമ്മ അതെന്ന് കാണിച്ചാൽ അമ്മാമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അമ്മാമ്മരെ പറ്റാണ് കേട്ടോ. ഞാൻ വർക്കിൽ പോയി പോകുമ്പോൾ കൂടുതലും അമ്മേരെ അച്ഛൻ്റെ അടുത്തേനും അച്ഛനും അമ്മേനും ഭയങ്കര ഇഷ്ടം ആൾക്ക്. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളും ഇപ്പോൾ എന്തിനാ ഒറ്റ ദിവസത്തിന് വേണ്ടി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇവിടെ വന്നാലേ പറ്റൂ. അവിടെ ആകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം പോലും ഒഴിവ് കിട്ടി ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് പോരുന്നത്. ബാക്കി നമുക്ക് വർക്കുള്ളപ്പോൾ എന്തായാലും അവിടെ നിന്നേ പറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും ഞാൻ നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള ഒരു ബ്യൂട്ടീഷ്യൻ പഠിച്ചുള്ള പെൺകുട്ടീനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് സ്റ്റാഫായിട്ട്. അപ്പോൾ ഏട്ടൻ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് കാത്തുമ്മേനെ കൊണ്ട് പോകാമല്ലോ. ഉണ്ണികൾക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അമ്മേനെ അച്ഛനും ബുദ്ധിമുട്ടിക്കേണ്ടെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം സെറ്റാവണം, ഇല്ലെങ്കിൽ അമ്മയും അച്ഛനും തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം വർക്കിൻ്റെ ആഴ്ച നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വർക്ക് അറിയാം, ഒരുപാട് അറിയേണ്ട ആവശ്യമില്ല. സ്ട്രൈറ്റനിങ്ങും കാര്യങ്ങളും അറിയുന്നവരാണെങ്കിൽ, സാരി അയൺ ചെയ്യാനൊക്കെ അറിയുന്നവരാണെങ്കിൽ എനിക്കൊന്ന് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മളിപ്പോൾ സ്റ്റാഫുകൾ അന്വേഷിക്കുന്നുണ്ട്. അടുത്തുള്ളവരായിരിക്കണം, അവർക്ക് പോയി വരാനുള്ള ദൂരമായിരിക്കണം. കാരണം അവർക്ക് റൂം എടുക്കുക കാര്യങ്ങളൊന്നും നമ്മളോട് പറ്റില്ല. കാരണം നമുക്ക് ഡെയിലി വർക്കുള്ളവരല്ലല്ലോ. അപ്പോൾ വർക്കിന് വരുന്ന നിലയ്ക്ക് ഉള്ളവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നു, ഇപ്പോൾ എന്താ ചെയ്ത് അരി അടപ്പത്തിട്ടു. അതേപോലെ തന്നെ ഉച്ചയ്ക്കുള്ള മുതിരയ്ക്കുള്ള മുതിരപ്പേരും മുതിര രസം ഉണ്ടാക്കാമെന്ന് വെച്ചു. മുതിരച്ചാറുകൊണ്ട് രസം ഉണ്ടാക്കും അമ്മ, നല്ല ടേസ്റ്റാണ്. അപ്പം അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുതിര വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുതിര എടുത്തുള്ളൂ, പക്ഷേ അതിൽ കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്, എന്നാലാണ് നമുക്ക് ചാറ് കിട്ടുക. പിന്നെ ഞാൻ രാവിലേക്ക് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും കമ്മനും കൊണ്ട് വരേണ്ട പൊന്നിന് എന്നും ദോശയുള്ളൂന്ന്. എൻ്റെ ഏട്ടന് നൂലപ്പം ഇഷ്ടമല്ല, ഉപ്പുമാവ് ഇഷ്ടമല്ല, പത്തിരികളോട് ചിക്കൻ കറിയാണ് പത്തിരിക്ക്, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല. പിന്നെന്താ അങ്ങനെയുള്ള മറ്റുള്ള പലകാരം, ചപ്പാത്തി ഇഷ്ടമല്ല, അതൊന്നും വലിയ താല്പര്യമില്ല. ചപ്പാത്തി എപ്പോഴെങ്കിലും ഒരിക്കൽ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവൻ എന്നെ തൂരിക്കെറിയും. അപ്പോൾ അതിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തി, ദോശ, ഇഡ്ഡലിയൊക്കെയാണ്. പിന്നെ ഞാൻ ഈ വർക്കിന് പോവുക വരിക അങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ സ്ഥിരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഐറ്റംസ് മേടിച്ച് വെക്കണമില്ല. അപ്പോൾ ദോശമാവ്, അപ്പോൾ ഞാനിപ്പോൾ വർക്കിൻ്റെ ഇന്ന് നാളെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ തലേദിവസം വരുമ്പോൾ മാവൊക്കെ മേടിച്ച് വരും. അന്നത്തെ ദിവസം പിറ്റേ ദിവസം ഞാൻ വീണ്ടും വർക്കിന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ കൂടുതലും ദോശ. പുട്ടിന് കടല ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂട്ടി പിറ്റേ ദിവസം അവനത് വേണ്ട. അവൻ അങ്ങനത്തെ നിർബന്ധക്കാരനാണ്. എൻ്റെ വീട്ടിലാകുമ്പോൾ പിന്നെയും എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അവൻ ഇഷ്ടമില്ലാത്ത ഫുഡ് അവൻ കഴിക്കില്ല. പിന്നെയും എൻ്റെ വീട്ടിലാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കുള്ള വീട്ടിലാണെങ്കിൽ അവൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. അവന് ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ അവൻ കഴിക്കില്ല കേട്ടോ. കാത്തുമ്മയാണെങ്കിലും ദോശയും ചമ്മന്തിയൊക്കെ ആകുമ്പോൾ അവളും കഴിക്കും. പുട്ടൊന്നും അവൾക്കൊന്നും വലിയ പിടുത്തില്ല. ഉപ്പുമാവ് കാത്തുമ്മ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏട്ടന് കണ്ടുകൂടാ. ഞാൻ ഇപ്പോഴൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടോ, അന്നൊന്നും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് കുറേ കമ്മൻറ്റ് വരാണ്ട് എന്നും ദോശയുള്ളൂ എന്ന് വെച്ചിട്ട് ഇവൻ ഇതൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിക്കും കൂടി നോക്കുന്നുണ്ട്. ഞാൻ കുളിക്കാനുള്ള ചൂടുകളൊക്കെ കൊണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ. പക്ഷേ നമുക്ക് കുറച്ച് പണികളൊക്കെ തീർത്തതിൻ്റെ ശേഷം പോയി കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാം പണിയും കൂടി എൻ്റെ മണ്ടയ്ക്ക് ലാസ്റ്റ് നിമിഷം ഇരുന്ന് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതാ ഞാൻ പുതിയ കുറച്ച് കയ്യിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേത്തത് പശയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുകയാണ്. അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് സബോള ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി വാട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളെ കാത്തുമ്മ അപ്പിലേക്ക് നല്ല വാശിയായിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ശീലക്കേടാണ്, പാല് അത് ഇതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ സബോളയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാത്തുമ്മ കരഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ കാത്തുവിന് പാൽ കൊടുത്തു, ഞാൻ ഇത് നോക്കിക്കോളാന്ന്. നിങ്ങൾക്ക് ആ ചോറും കാലത്തുമ്പോൾ നോക്കി കണ്ടറിയാം. ഏട്ടൻ കൊടുത്ത് കാത്തുവിന് തന്നു, ഞാൻ കാത്തുമ്മയ്ക്ക് പാൽ കൊടുക്കാൻ പോയി. ഏട്ടൻ പിന്നെ ഫുൾ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ സബോള വാടി വന്നപ്പോൾ ഏട്ടൻ തക്കാളി ഇട്ടു. ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇടാറ്. പക്ഷേ ഏട്ടൻ തക്കാളി ആദ്യം കൊണ്ടിട്ടിട്ടുണ്ട്.
ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി അവനറിയില്ലല്ലോ, അപ്പോൾ അവൻ്റെ രീതിക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവൻ കൊടുത്തിട്ടുണ്ടായി. മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് സൊറുക്ക, ഞാൻ കുറച്ച് പുളിയും കൂടി ഇടാറുണ്ട്. പുളി അല്ലെങ്കിൽ സൊറുക്ക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനിടാം. ഒരു തുണ്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുക. ശരിക്കും തക്കാളി കുടഞ്ഞ് അതൊന്ന് വേവണം. ഏട്ടൻ പക്ഷെ അധികം റോസ്റ്റ് ആക്കണില്ല കേട്ടോ. ഏട്ടൻ അപ്പോഴേക്കും ഇത് ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചമ്മന്തി അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കണ പോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ നന്നായി വാട്ടി ഒരു മെറൂൺ നിറമായിരിക്കും. ഈ ചിക്കൻ കറിയുടെ ഒക്കെ ഗ്രേവി ഉണ്ടാവില്ലേ, ഒരു റോസ്റ്റ് കളറായിരിക്കും. എന്നിട്ട് ഞാൻ ഓഫ് ചെയ്യും. അതുവരേക്ക് ഞാൻ അത് വാട്ടിയെടുക്കും കേട്ടോ. പേട്ട ഏകദേശം കുടച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കാത്തുമ്മ ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര വാശിയാണ്. ഇപ്പം ഇടയ്ക്കില്ലെങ്കിൽ വരുന്നുള്ളൂ, ഇപ്പോൾ വർക്കും കാര്യങ്ങളായതുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം ഭയങ്കര വാശിയാട്ടോ. പിന്നെ ഏട്ടൻ ആ ചമ്മന്തി ഒക്കെ എടുത്ത് അരച്ച് സെറ്റാക്കുന്നുണ്ട്. ഞാൻ കാത്തുമ്മയ്ക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കട്ടെ ഈ ടൈമിൽ. അതൊക്കെ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഏട്ടൻ വന്നിട്ട് എന്നോട് അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനേട്ടൻ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റാക്കുന്നുണ്ട്. അവന് ചില ടൈമിലാണ് ഇതൊക്കെ ചെയ്യാൻ ഒരു മൂഡ് വരുള്ളൂ. കാത്തുമ്മ നോക്കാണ്ടും ഭേദം ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനും കാത്തുമ്മയും കുളിക്കാൻ വേണ്ടി കയറിയിട്ട് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കണം. അവൾക്ക് കുളിക്കാൻ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കുക, ഡ്രസ്സ് മാറുക, മുടി കെട്ടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നിന്ന് തരും. പക്ഷേ എൻ്റെ ഇങ്ങനെ വർക്കിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ അമ്മ അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ഐഷയുടെ കാണുമ്പോൾ അതൊക്കെ ഇട്ടുതരാനാണ് മൂപ്പര് പറയുന്നത്. പക്ഷേ നമ്മളെ കാത്തുമ്മയ്ക്ക് ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ക്രീമും മാത്രം കേട്ടോ, വേറെ ഒന്നും ഞാൻ അവളെ മുഖത്ത് യൂസ് ചെയ്യാറില്ല. പിന്നെ പൊട്ട് എപ്പോഴേലും കുത്തി കൊടുക്കുക, അപ്പം തന്നെ അവൾ കളയുകയും ചെയ്യും. പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് മുടി വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മുടി എടുത്ത് കെട്ടി വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു വിധം കുളിക്കാൻ കയറ്റിയതിന് ശേഷം ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും ഏട്ടാടെ ചമ്മന്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ നേരെ ഇറക്കി വെച്ചു. ഇനി ഇത് വേവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അരി അടുപ്പത്തിട്ടത് കേട്ടോ. പിന്നെ ദോശപാത്രം വെച്ചു, ദോശ ഉണ്ടാക്കാൻ നോക്കുകയാണ്. കാത്തുമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ മുന്നൊക്കെ ഇപ്പോൾ ആദ്യം പുറത്തിരിക്കാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കരഞ്ഞ് അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ ദോശ മാവിൻ്റെ ബാക്കി കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ്. ആ ചെറുപ്പം തൊട്ടേ നല്ല കനം കുറഞ്ഞ് നെയ്യ് ഒഴിച്ചുള്ള മുരിഞ്ഞ ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഏട്ടനും കാത്തുമ്മയ്ക്കൊക്കെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ഗ്യാസ് അടുപ്പിന് തീ കുറവാണ്, അതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കണമെങ്കിലും കുറേ ടൈം വേണം കേട്ടോ. എന്താ കാര്യം എന്നറിയില്ല, റെഡിയാക്കാൻ കൊടുക്കണം. അമ്മ പറഞ്ഞു ഒരു സ്ഥലത്ത് റെഡിയാക്കുന്നുണ്ടെന്നൊക്കെ, പക്ഷെ എനിക്ക് കൊടുക്കാനോ പോകാനോ ഉള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. സത്യത്തിൽ അതാ കാര്യം. ഒരു ദിവസം വന്ന് പിറ്റേ ദിവസം അമ്മയ്ക്ക് വർക്കിന് പോവുക, നമ്മൾ ശരിക്കും വീട്ടിൽ നിൽക്കണില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ഫുഡ് വെച്ചാലും വേസ്റ്റ് ആവലാണ്. നമ്മൾ രാത്രിക്കുണ്ടെങ്കിൽ രാത്രിയിലും കഴിക്കുന്നു കേൾക്കാം. ഒരു ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് ഉണ്ടാവില്ല. പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കും, പോകുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് ആർക്കും കൊടുത്ത് കഴിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ അതെടുത്ത് നേരെ കളയും. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഞാൻ ചമ്മന്തിയൊക്കെ പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ കാസറോളിൽ എല്ലാം ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. മുന്നേ നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കുമ്പോൾ ഭംഗിയില്ല, പക്ഷെ കാസറോളിലാക്കി അടച്ച് വെച്ച് നല്ല ഭംഗിയല്ലേ. അതിന് കറക്റ്റായിട്ടുള്ള മൂടിയും കാര്യങ്ങളും. അങ്ങനെ ഞാൻ ദോശയ്ക്ക് ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ദോശ നല്ല വട്ടത്തിൽ കനം കുറച്ച് ചിറ്റാൻ. ഞാൻ എൻ്റെ ദോശയുടെ സൗന്ദര്യമാണ് ഞാൻ നോക്കും. അതിന് നമ്മൾ കണ്ണിട്ട് കഴിഞ്ഞാൽ ദോശ റെഡി ആവില്ല എന്ന് പറയില്ലേ, അതെനിക്ക് ശരിയായിട്ട് തോന്നട്ടെ. ഞാൻ എൻ്റെ ദോശ നല്ല ഭംഗിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദോശ ഉണ്ടാക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഓട്ടയായി പൊട്ടി വൃത്തികേടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുതലേ ഒരു 6-7 വിസിലടിച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ മുതിരച്ചാറെടുത്ത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി ഇനി അതിലേക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ അരിയാം. അപ്പോൾ ഞാൻ ഒരു 3 തക്കാളിയും ഒരു കുടം വെളുത്തുള്ളി എന്ന് പറയില്ല, നിങ്ങളവിടെ എന്താ പറയുകയെന്ന് അറിയില്ല.
അതും തൊലി കളയുന്നുണ്ട്. ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ഞാൻ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ശേഷമാണ് ഉച്ചയ്ക്കുള്ള പണി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്കും എൻ്റെ ഏട്ടൻ എന്തെങ്കിലും പരിപാടി കൊണ്ടുവരുമ്പോൾ പിന്നെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കില്ല ഏട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ ഏട്ടൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് മുന്നേ തന്നെ എല്ലാം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലത്തെ ഫുഡിൻ്റെ ഒപ്പം തന്നെ ഉച്ചയ്ക്കുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ വർക്കില്ലാത്ത ദിവസങ്ങളാണ് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഞാനിപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. ഞങ്ങളൊരു ടൈമിൽ പാൽച്ചായയുടെ ആൾക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ചായയിൽ കിട്ടിയതിന് ശേഷം കട്ടൻ ചായയുടെ അഡിക്റ്റാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം ഏട്ടൻ പറഞ്ഞു വിശന്നിട്ട് പോയപ്പോൾ എന്നാ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഓയ് അപ്പോൾ ഓരോരോ നേരം പറ. അങ്ങനെ ഞാൻ ആ ഫുഡൊക്കെ എടുത്ത് മേശയമ്മ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പയും മോളവിടെ ഐസ്ക്രീം തീറ്റ ഞാൻ എപ്പോൾ കാണിച്ചു തരാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരത്ത് അപ്പയ്ക്കും മോൾക്കും ഐസ്ക്രീം തീറ്റ. അപ്പോൾ ഞാൻ ചീത്ത പറയാൻ പോയതാണ്, പക്ഷേ ഐസ്ക്രീം കൊണ്ടപ്പോൾ ഞാനും മയങ്ങി വീണു. അപ്പം ഞാനും അതിനൊരു 2-3 വരെ കഴിച്ചു. എന്താ കഴിഞ്ഞാ? നിങ്ങളിത് എനിക്ക് വേണ്ടിട്ട് മേടിച്ചേക്കുന്നുണ്ട്. തിന്നത് അപ്പയും മോളില്ല, മോള് മാത്രം. അപ്പയ്ക്ക് ഒരു സ്പൂൺ പോലും തരാതെ പണുങ്ങ് ഇനി മഴക്കാലം എന്നെ ചുമ വരൂട്ടാ. അയ്യോ പിന്നെ ഞാൻ അപ്പയും മോളൊക്കെ ഒന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മടിയിലിരുത്ത നിനക്ക് എത്തണില്ലല്ലോ. അവളെ ഫുഡ് ചെയർ വീട്ടിലാട്ടാ. ഞാൻ വർക്കിന് പോകുന്ന ടൈമിൽ വീട്ടിൽ ഫുഡ് എടുക്കണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവച്ചിക്കാണ്. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. എന്നാൽ പിന്നെ അവൾ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ മാറിയിരുന്നു. ഓയ് സേറ്റേ ഇവിടെ കിടന്നോട്ടാ. അമ്മ ഡബ്ബിയാണ്, നല്ല മുളയൊക്കെ എടുക്കണം. അപ്പൊ തന്നെ ഞങ്ങൾ അതിനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ട് പോടേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാണ്. കട്ടൻ ചായയും ദോശയും ചമ്മന്തിയും. എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ദോശ ഇഷ്ടല്ലേ ഏട്ടനോ? ഇഷ്ട. ഇനി മിണ്ടരുത് ഇവിടെ. ഓക്കെ ആ. അപ്പം എൻ്റെ ഇടയിൽ ഞാൻ വർക്കിൻ്റെ ഫോണായിട്ട് നോക്കുന്നത് ചിന്തിക്കും ഇവളെന്ത് തിന്നോണ്ടിരിക്കുമ്പോൾ ഫോൺ നോക്കണേന്ന്. വേറൊന്നുമില്ല, വർക്കിൻ്റെ ഫോണാണ് നോക്കണം. അപ്പം എൻ്റെ ഇടയിൽ ഏട്ടന് തരിപ്പിൽ പോയി. ഇപ്പം ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. മിണ്ടരുത്. അപ്പം അതാ ഞാനങ്ങനെ. അപ്പം നമുക്ക് നാളത്തെ ബ്രൈഡിനെ വിളിച്ച് ബാക്കിയുള്ള കാര്യം കൂടിയും പറയാനുണ്ടായിരുന്നു. അപ്പം ഇത് ബ്രൈഡല്ലല്ലോ, ബ്രൈഡിൻ്റെ അമ്മേരെ നമ്പറായല്ലേ. അപ്പം അമ്മേനെ വിളിച്ച് നമുക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കുക കേട്ടോ. സാധാരണ ഏട്ടനാണ് വിളിക്കാറ്. പിന്നെ ഏട്ടൻ പറഞ്ഞു നീ വിളിച്ച് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അങ്ങനെ നമുക്ക് മുല്ലപ്പൂ മേടിക്കേണ്ട ടൈം കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കട്ടെ. അപ്പം ഏട്ടന കണ്ട ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇതാ. ഒരു ദോശ കഴിച്ചിരിക്കുന്നത്, പിന്നെ ബാക്കിയുള്ളൊക്കെ വേസ്റ്റാണ്. ചിലപ്പോൾ ഞാൻ ഒരു ദോശ ഉണ്ടാക്കി ദിവസം 10 ദോശ കഴിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. പിന്നെ അതാ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ രസം ഉണ്ടാക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി, അതിക്ക് നല്ല ജീരകം, പിന്നെ കുരുമുളക്. എൻ്റെ കയ്യിൽ കുരുമുളകില്ല, അതുകൊണ്ട് കുരുമുളകിൻ്റെ പൊടി ആട്ടിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചതച്ച് കൊണ്ടുവരാം. അരച്ച് പേസ്റ്റ് ആക്കണത് ഞാൻ ചതച്ചെടുക്കുക വേണ്ടോ, അങ്ങനെ ചതച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മളെ മുതിരച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യം ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. 2-3 തക്കാളി. എനിക്ക് പുളി കുറച്ച് കൂടുതൽ വേണം, എനിക്ക് പുളി ഉള്ളതാണ് ഇഷ്ടം. ഞാൻ തക്കാളി ഇതിലിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം പിഴിയാമെന്ന് വിചാരിച്ചു. ശരിക്കും ചാറ് പോലെയാക്കി എടുക്കണം. അമ്മ എന്നോട് കൈ കൊണ്ട് ഉടച്ചെടുത്തോളാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്കതൊരു മടിയായതുകൊണ്ട് ഞാൻ ഇതിട്ടൊന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ചതച്ച് സെറ്റാക്കിയതിന് ശേഷം അതൊന്നുകൂടി കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുത്ത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഞാൻ അത് മുതിരച്ചാറിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൽ ഒരു ഉണ്ട പുളി അതും പിഴിഞ്ഞിട്ട് അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അയ്യോ എവിടെ കാത്തുമ്മ പിച്ചില്ലട അമ്മേനെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ ഒരു 4 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇളക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കി ഒരു 4 പച്ചമുളക് എടുത്തിട്ട് ഞാനിങ്ങനെ ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 കേട്ടോ,
ഞാൻ അളവിലൊന്നുമല്ല, എനിക്ക് തോന്നിയ അത്രയ്ക്ക് ഞാൻ ഇടും. നല്ല ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോഴേക്കും കാത്തുമ്പോൾ നരച്ചന് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദോശ കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ വന്നിരുന്ന കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ആൾക്ക് ഈ ABCDയിലൊക്കെ പാട്ട് വെച്ച് കൊടുക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതൊക്കെ പറയാം. കാത്തുമ്മ, A ഫോർ എന്താ? B ഫോർ ബോൾ. ഇപ്പോഴത്തെ കുട്ടിക്ക് പഠിക്കാനും പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയണ പോലെ ആൾക്ക് പഠിക്കേണ്ട പ്രായത്തിൽ ഇതിനോടൊക്കെ ഇഷ്ടമുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ മാമനും മേമും പഠിക്കുമ്പോൾ കൂടുതൽ കേട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മാമ അപ്പം അതൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പം ഇവളും പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. 1 2 1 പറയില്ല, നമ്മൾ 1 പറഞ്ഞാൽ 2 പറയും. 3 4 പാപ്പ. അവൾ മൂഡ് മാറ്റിയിട്ടുണ്ട്. അതിനാൾക്ക് അതൊക്കെ വെച്ച് കൊടുക്കണം. കൂടെ ഞാനും പറഞ്ഞു കൊടുക്കണം കേട്ടോ, അവൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓയ് പാപ്പ. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മാറ്റുന്ന സ്വഭാവം കണ്ട അവളുടെ. ഓ പാപ്പ ഡീന അമ്മത് ഡബ്ബി ആട്ടടി, നമ്മളെ ജോലിയിൽ ഇത് നമ്മൾ ചെയ്യണ്ടേ. അങ്ങനെ അവൾക്ക് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് രസം അടുപ്പത്തേക്ക് കയറ്റാം. ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് അവിടെ പോയതിട്ടാ. ഞാൻ അതാ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും പണി എടുക്കുമ്പോൾ ഒരു 10 വട്ടം നമ്മൾ അവളെ പിന്നാലെ നോക്കണം. എനിക്കാണെങ്കിൽ വല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കി അടുക്കള ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. പക്ഷെ അത് ഇവളെ കേസിൽ നമുക്ക് നടക്കുകയില്ല. പിന്നെ ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളി തൊലി കളയുന്നുണ്ട്. വീണ്ടും വെളുത്തുള്ളി നമ്മൾ മുതിരപ്പേരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചുവന്നുള്ളി അതേപോലെ തന്നെ രസം കാച്ചാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ തൊലി കളഞ്ഞ് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ചിരിക്കുന്നത്, ഏട്ടാട് എന്നിട്ട് എന്തോ പറയുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് മൊത്തം ആളുടെ അപ്പേരും മുകളിലെടുത്താട്ടോ. അവരെന്താണ് കേൾക്കുന്നത്, എന്താണ് പറയണതെന്നൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കാത്തുമ്മ ശബ്ദം ഉണ്ടാക്കൽ നിർത്താൻ വേണ്ടി ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ അതിന് വലിയ ശബ്ദമൊക്കെ ഇടയ്ക്കുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പുറത്തിടുന്നതായിരിക്കും. അതെല്ലാം തൊലി കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ വെളുത്തുള്ളി ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ മുതിരപ്പേരി ഉണ്ടാക്കാൻ. അതിൽ കുക്കറിൽ നിന്ന് ഞാൻ മുതിര എടുത്തിട്ട് കാസറോളിക്ക് ഇട്ടു. ഇനി നമുക്ക് കുക്കറിൽ തന്നെ മുതിര കാച്ചാന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ രസം നമ്മൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയുടെ കുറവ് കിട്ടാം. കുറച്ചുകൂടി കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പോൾ ഉപ്പ് കൂടി, അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്ത് ഒഴിച്ചു. പിന്നെ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ മുതിരപ്പേരി ഉണ്ടാക്കി ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. അത് ചൂടായി വന്നപ്പോൾ എനിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതൊന്ന് വണങ്ങി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുത്തിയ മുളക് പൊടി ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ മുതിരിട്ടു. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കുക വേണ്ട, അതിലുള്ള ചാർക്കളഞ്ഞൊന്ന് വറ്റിച്ചെടുക്കുക വേണ്ടു. നമ്മൾ മുതിരപ്പേരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ രസവും റെഡിയായി. ഞാൻ അതിലേക്ക് കാച്ചാൻ വേണ്ടിയിട്ട് കടുക്, ഉഴുവാമുളക്, ചുവന്നുള്ളി, കറിവേപ്പില വേണം. പക്ഷെ എൻ്റെ കയ്യിൽ വേപ്പില ഇല്ല കേട്ടോ. ഈ ആണ്ടിലും സംക്രാന്തിക്ക് വന്ന് നിൽക്കണ പോലത്തെ എൻ്റെ കയ്യിൽ ഇവിടുന്ന വേപ്പില. ഞാൻ തക്കാളിയൊക്കെ മേടിച്ചിരിക്കും, അതൊന്നും പെട്ടെന്ന് നാശാവില്ലല്ലോ. വേപ്പിലൊക്കെ നമ്മൾ പിറ്റേ ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ വാടിപ്പോവും. വേപ്പില ഞാൻ മേടിച്ച് വയ്ക്കാറില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് ഞാൻ കാച്ചി കൊട്ടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് ഓഫ് ചെയ്തതിന് ശേഷം ഉണക്കമീൻ തൊലി കളയാട്ടോ. ഉണക്കമാന്തലുണ്ട്. എനിക്ക് രസത്തിൻ്റെ കൂടെ മാന്തൽ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണക്കമീൻ വേണം കേട്ടോ. നമ്മളെ കാത്തുമ്മ ചമ്മന്തി നക്കിക്കൊണ്ട് നടക്കുകയാണ്. അവൾക്ക് തന്നെ എരിവുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തി നക്കും എരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം അവിടുത്തെ വെള്ളമൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പക്ഷെ കുറേ പണികളുണ്ട്. കാരണം വീട് അടിച്ചുടച്ചിടണം. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ആ പണികളൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ അടിച്ചുടച്ചിടണം. അടുക്കള ക്ലീൻ ആക്കാണ്ട് പിന്നെ നമുക്ക് പുറത്ത് പോകാണ്ട് നമ്മളെ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തുക. അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. പോവാ വാലോ ഒന്ന് നമുക്ക് പോവാ പറയും. പിന്നെ ബാക്കിയുള്ള പണികളെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. കാറ് സർവീസിനോടത്തുണ്ടല്ലോ. അപ്പോൾ കാർ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വണ്ടിയില്ലാത്തതുകൊണ്ട് അച്ഛനമ്മയും കൊണ്ടുവരാൻ വന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി, കാറ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ചായക്കടയിൽ നിർത്തിയിട്ട്
ചായയും പരിപ്പുവടയും കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ ചായ, നല്ല മധുരമുള്ള ചായയും പരിപ്പുവടയും. അപ്പം അച്ഛനെന്താ വേണ്ടത് വെച്ചപ്പോൾ പകുതി പരിപ്പുവട പറഞ്ഞു. അപ്പം അച്ഛന് പകുതി പരിപ്പുവട കൊടുത്തു. ഏട്ടൻ അങ്ങനെ കടികളൊന്നും കഴിക്കാറില്ല, ചായ മാത്രമാണ് കുടിക്കുക. പക്ഷെ ഞാൻ 1-2 കടി കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുവടയും ചായയും. അത് ഒരു പരിപ്പുവടയൊന്നും പോരാ, 2 പരിപ്പുവടയാണ് ചായ തീരാണെങ്കിൽ. അതിന് ഞാൻ ചായയും പരിപ്പുവടയും കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ മടിയിലാട്ട ഫോൺ വെച്ചിരുന്നത്, അതുകൊണ്ടാണ് താഴത്തുനിന്ന് വീഡിയോ ഓണായിരിക്കുന്നത്. കാത്തുമ്മ അപ്പുറത്ത് ഇളനീര് മതി എന്ന് പറഞ്ഞു, തേങ്ങ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഇളനീര് അവിടെ വെട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൾ ഏട്ടൻ്റെ കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്നെ പറഞ്ഞു വണ്ടിയിൽ ഇരുത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആ വാശിയാണ് ഈ കാണുന്നത്. അവൾക്ക് വണ്ടിയിൽ കയറണ്ട, അവൾക്ക് അപ്പേരെ കൂടെ നിന്നാൽ മതി. ഏട്ടൻ പെട്ടു. പക്ഷെ ഞാൻ സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ പരിപ്പടിയും ചായയും കഴിഞ്ഞതിന് ശേഷം ഞാൻ കുണുക്കേൻ്റെ ഒരു പഴംപൊരി കഴിച്ചു നോക്കി. പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. പഴം കുറച്ച് പഴുപ്പ് കൂടുതലായിരുന്നു. അതായത് ഇവിടുത്തെ ഉണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഞാൻ ഉണ്ടയൊക്കെ കഴിച്ചു. അങ്ങനെ കാറെല്ലാം എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കായിട്ടാണ് വന്നത്. അപ്പം അമ്മ പറഞ്ഞു നല്ല ചെമ്മീൻ കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഞാൻ അവിടെ ഉണ്ടാക്കിയ ഫുഡ് ഇനിയിപ്പോൾ ആര് കഴിക്കും? ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം അതാ അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് മാറിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അല്ലാത്തുമ്മ ഇങ്ങനെ പോവാണ് ഡോക്ടറെ കാണിക്കാൻ പോവാട്ടോ. അതിൻ്റെ സ്കിന്നിൽ ചെറിയ കളറുണ്ട് ചേഞ്ച്. അപ്പോൾ അതൊന്ന് കാണിക്കാണ്ടിരുന്നത് ഒരു അലർജി പ്രശ്നമാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അതൊന്ന് കാണിക്കണം അല്ലേട്ടാ. നമ്മൾ രാവിലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 4 മണിക്ക്. ഇപ്പം 4:30 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം വൈകി. വീട്ടിൽ നിന്ന് ഞാൻ ചോറ്, രസം, പിന്നെന്താ മീൻ വറുത്തത്, മുതിരപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടില് ചെമ്മീൻ കറി എന്ന് പറഞ്ഞപ്പോൾ ഇവൻ കാലുവാരി കഴിക്കാൻ പറ്റിയില്ല കേട്ടാ. പിന്നെ ചോറ് വേവ് അധികം കൂടാൻ പാടില്ല. അപ്പൊ ഇന്നത്തെ ചോറിൽ കുറച്ച് വേവ് കൂടിയാണ്. ബേബി അധികം ചോറും ഉണ്ടില്ല. ചെമ്മീനും കഴിച്ചിട്ടില്ല കേട്ടാ. ചോറ് വേവ് കൂടിയപ്പോൾ മൂട് പോയി. അപ്പോൾ അധികം ചോറിൻ്റെ കുറച്ച് കഴിച്ചുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ച് വീട്ടിൽ പോയതിന് ശേഷം ബാക്കിയുള്ള നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിക്കും. ഞങ്ങൾ പണ്ട് കല്യാണത്തിന് മുന്നേ പോയിട്ടില്ല കേട്ടോ ഈ ഡോക്ടറെ അടുത്തേക്ക്. എനിക്ക് മുന്നേ എന്തെങ്കിലും മുടിക്കാണെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ ഞാൻ ഈ ഡോക്ടറെ ഞാൻ കാണിക്കാം. അപ്പോൾ അതൊക്കെ ഭയങ്കര തിരക്കാണ്. 2 മണിക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഡോക്ടറെ കാണിക്കാം. പക്ഷേ നമുക്ക് 4 മണി ടോക്കൺ കിട്ടിയാലും എങ്ങനെ പോലും 6:30-7 മണിയാകും കേട്ടോ കാണിച്ചിറങ്ങണമെങ്കിൽ. അത്രയും തിരക്കാണ് ആൾക്ക്. പിന്നെ ഇനിയിപ്പോൾ എപ്പോൾ കഴിയും എന്താന്നൊരു പെടുത്തില്ല ഗൈസ്. ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ആളെ പോയിട്ടല്ലേ? നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം പോയിട്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇതിന് മുന്നേ വന്നിട്ട് പോയിട്ടില്ലാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം പോയിട്ടില്ല, അതിന് മുന്നേ പോയിട്ടില്ലാണ്. കത്തുമ്മ ആളെ ഉറക്കം ഫുള്ളായി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പളിക്ക് ആളെ എഴുന്നേറ്റ് വന്നു. അതിൻ്റെ ശീലക്ക് മൂഡ് ഓഫ്. കത്തുമ്മ എന്ത് കുഞ്ഞിയേ അമ്മേരെ കുഞ്ഞിയതാ? അമ്മേരെ കുഞ്ഞാരാ? വയലൻസ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യം കാണിച്ചു തരാം. ഈ ഡയമലൈഫ് എങ്ങനെ വന്ന് എന്തായിരുന്നു എനിക്കൊരു പിടുത്തില്ല. കാരണം എടുത്തത് ശരിയായിട്ടുണ്ടോന്നും അറിയില്ല. ഇന്നലെ നമ്മൾ വീടെത്തിയപ്പോട്ട് കാത്തുമ്മയ്ക്ക് ഭയങ്കര ശീലക്കേടാണ്. ഒക്കത്തുനിന്ന് ഇറങ്ങണില്ല. കുറച്ച് നേരമൊക്കെയാണ് ബേബിക്ക് എന്തെങ്കിലും പറഞ്ഞ് മാറ്റമില്ല. പിന്നെ അപ്പളിക്ക് മുമ്പോ ചോദിച്ചാൽ വയലൻ്റ് ആവും. അപ്പോൾ ബേബി എൻ്റെ അടുത്ത് തന്നെ കൊടുന്നേരും. അപ്പോൾ നമ്മൾ പണിയുടെ ഇടയിൽ പാൽ കൊടുക്കാൻ പോവും. പിന്നെ വന്ന് വീണ്ടും ചെയ്യും. അപ്പം എൻ്റെ ഇടയിൽ എവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്നൊരു പിടുത്തമില്ല. അപ്പം എന്തായാലും വീടൊക്കെ എഡിറ്റ് ചെയ്തൊക്കെയാലാണ് ശരിയായിട്ടില്ലെന്ന് അറിയുള്ളൂ. അപ്പം നാളെ വർക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വീടൊക്കെ ഒന്ന് ഒതുക്കിയതിൻ്റെ ശേഷം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോരും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 12:45-1 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ടി വരും. 2 മണിക്ക് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തണം, വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നാളെ ലോട്ടപ്പച്ചിലായിരിക്കും. നാളെ അപ്പോൾ എന്തായാലും മിക്കവാറും വീഡിയോസ് എടുക്കലും പോസ്റ്റ് ചെയ്യലും ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളാണ് പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു അല്ലേ? ആയിരുന്നു ഉറക്കണ്ട എന്നെ നേരത്തെ വീടെത്തിട്ടൊന്ന് പെറ്റിയാണെ കുറച്ചേരം കിടന്ന് ഉറങ്ങണം. നമ്മള് ആക്കാനല്ല, ഞാൻ വണ്ടിയിൽ കയറി കിടന്ന് ഉറങ്ങുന്നല്ല ആക്കണ. ഇന്ന് ഉറങ്ങണില്ല. അതെ ആ പെണ്ണോട് ബാഗ് വാങ്ങണ്ടേ? നിനക്ക് ബാഗ് വേണോ? എങ്ങനത്തെ ബാഗ് വേണ്ടേ? എന്ത് വെള്ളം കുപ്പി? നിനക്ക് ബാഗ് വേണോ? നീ സ്കൂളിലേക്ക് പോവാ? നിനക്ക് പിങ്ക് ബാഗാ? നിനക്ക് എന്ത് ബാഗാ വേണ്ടേ? കളറ്. അത് അണ്ടിപ്പരിപ്പ് കയറ്റിക്കൊണ്ടിരിക്കാൻ കഴിച്ചിട്ട് മതി. ഓ ഓക്കെ സെറ്റ്. എന്താ കാത്തുമ്മ വിളിച്ചേ? പിന്നെ ഒരു ഫോട്ടോ ബേസ് ഉണ്ട്. മുടിയുടെ മുകളിൽ പോയി. ഓക്കെ ഇതാ വരുന്നു നമ്മളെ പൊന്നു ഐറ്റം എടുത്തിട്ട്. കാരണം നമ്മള് മാളിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഐറ്റം ഞാനിത് ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ ഡോക്ടറെല്ലാം കാണിച്ചതിൻ്റെ ശേഷം ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ കുണുക്കനും കുണിക്കും ബാഗൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചുട്ടാ. അതിനതാ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകുന്നത്. അതിനതാ അവിടെ എത്തിയപ്പോൾ കത്തുമേനും കൊണ്ട് കുണുക്കനും കുണിക്കും കൂടി ഓട്ടാണ്. എങ്ങോട്ടാണ് പോകണേന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല. അങ്ങോട്ടും കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കാത്തുമ്മയുടെ വീട്ടിൽ നിന്നിട്ട ഡ്രസ്സും അവൾ ഫുഡാക്കി. അപ്പം അവൾക്കൊരു നല്ല ഡ്രസ്സ് മേടിക്കാമെന്ന് വെച്ചിട്ട് ഏത് ഷോപ്പിൽ കയറും എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഏതാ ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ അവിടെ ഒരു ഷോപ്പ് കണ്ടു, അവിടെ കയറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സൊക്കെ നല്ല റേറ്റ് കുറവിനുണ്ടായിരുന്നു. അതുപോലെ എനിക്കും പറ്റിയ ഡ്രസ്സൊക്കെ വീട്ടിലിടുന്നതൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു. ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് മാത്രമേ നോക്കിയുള്ളൂ, വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ. പക്ഷെ നല്ല റേറ്റ് കുറവായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തുമ്മയ്ക്കൊരു 3-4 ഡ്രസ്സും എനിക്കൊരു ഡ്രസ്സും എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകണം ഇല്ല, ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുടിയിൽ നിറയെ എണ്ണയാണ്, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ വെച്ചിട്ടുണ്ട്, കാരണം ഒരു വൃത്തിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ കാത്തുമ്മയ്ക്ക് 3-4 ഡ്രസ്സ് എടുത്തത്. ഞാൻ ഈ ഒരു ഉടുപ്പ് ഒന്നെടുത്തുള്ളൂ കേട്ടോ. അത് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാത്തനും ഞാൻ ഒറ്റ ഉടുപ്പ് എടുത്തുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പുറത്തേക്ക് പോകുന്ന ഡ്രസ്സ് കുട്ടികളെ അധികം ഇല്ല, പക്ഷെ വീട്ടിലുള്ള ഡ്രസ്സ് ഒരുപാടുണ്ട്. അത് 169 രൂപ എന്നുണ്ട. ആ കൊട്ടയിൽ ഞാൻ കുറേ ബനിയൻ ട്രൗസറും മേടിച്ചിട്ടു കാത്തുമ്മയ്ക്ക്. ഇനി നമ്മൾ കരുതുന്ന സൂപ്പർ മാർക്കറ്റ് കേട്ടോ. അപ്പം അവിടേക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പിള്ളേർ വല്ലയും ഇടിച്ചിട്ട് അവിടെ നിന്ന് കാശ് ചിലവ് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കാത്തുമ്മനെ ഇതുമെന്ന് ഇറക്കി ഇതും നല്ല ഡ്രസ്സും കൊണ്ട് കാറിൽ കൊണ്ടുപോയിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും കൂടി കാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനമ്മയും നേരെ താഴത്തേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കാത്തുമ്മേനെ അവരെ കൂടെ വിട്ടയച്ചുട്ടാ. ഞങ്ങൾ 2 ഐറ്റംസ് ഉള്ളതുകൊണ്ട് അതിന് പകുതി എത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ചാവി ഹാൻഡ് ബാഗിലാണ്. അപ്പോൾ ഹാൻഡ് ബാഗാണ് അമ്മയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചാവി മേടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അച്ഛനമ്മയുടെ അടുത്ത് എത്തി. കാത്തുമ്മ കണ്ട എൻ്റെ ഒക്കത്ത് കയറുന്നുള്ളതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ചാവിയും മേടിച്ചിട്ട് പോന്നുട്ട. അപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല. എവിടെ നിർത്തിക്കണേ നോക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളൊരു 3 ഫ്ലോർ ഇപ്പൊ കയറി ഇറങ്ങി. ഏതാന്നറിയാതെ ഇപ്പൊ മനസ്സിലായ കണ്ട ഇത് ഫസ്റ്റ് ഫ്ലോറാ. ഇതിന്റെ മേലും ഇതിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് പോണ്ടത് താഴത്തേക്കാണ്, അപ്പുറത്തോഴി. നമ്മളിപ്പോ ബ്ലാക്ക് അല്ലേ? പിന്നെ അതാ അങ്ങനെ കുറച്ച് നേരം പുറത്ത് നടന്നു കഴിഞ്ഞാൽ അച്ചപ്പ പറയും നമുക്ക് ചായ കുടിച്ചാലോ, തല വേദനിക്കണമെന്ന്. അങ്ങനെ കാത്തുമ്മ അപ്പളിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുണിക്കും ബൂസ്റ്റ് ആ സൈക്കിൾ ബസ് ഇറക്കിയിട്ടാണോ നടന്നോട്ടാ. ഞാനെന്താ പറഞ്ഞ്, ഞാനൊരു കാപ്പി പറഞ്ഞു. ഏട്ടനും അച്ഛനും അമ്മയൊക്കെ കാപ്പിയാട്ടാ പറഞ്ഞത്. അതേപോലെ തന്നെ കിണ്ണത്തപ്പവും പപ്സും. ഞാൻ ഫുഡും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് മുഖ്യം കടികളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലഹാര ഐറ്റംസ്. ഞാൻ എന്നും വിചാരിക്കും ഇന്ന് ഡേറ്റ് ചെയ്യണം, നാളെ ഡേറ്റ് ചെയ്യണം. പക്ഷേ എനിക്കിപ്പോഴൊന്നും ഡേറ്റ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ ഫുഡ് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുമ്പോഴും. എന്താണ് ഏട്ടാ എൻ്റെ അഭിപ്രായം?
തീർച്ചയായിട്ടും ഒന്ന് പോടാ. എനിക്കിങ്ങനെ പല കാര്യങ്ങളും ഭയങ്കര ഇഷ്ടം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പലഹാരമാണ് കിണ്ണത്തപ്പം. കുറേ വർഷമായി അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട്, ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്, ഉണ്ടാക്കി തന്നിട്ടില്ല ഇതുവരെയ്ക്ക്. ഇനി ഈ വീഡിയോ കാണിച്ചിട്ടാണ് നമ്മോട് ചോദിക്കുക, അമ്മ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എന്നോളം പറയാം. ഞാൻ പക്ഷെ പുറത്ത് എവിടെയെങ്കിലും കിണ്ണത്തപ്പം കണ്ടാൽ ഞാൻ അത് വെറുതെ വിടില്ല കേട്ടോ, ഞാൻ അതെന്തായാലും മേടിക്കും. ഇവിടുത്തെ കാപ്പി നല്ലതായിരുന്നു കേട്ടോ. ഹൈലൈറ്റ് മാളിലത്തെ സൂപ്പർ മാർക്കറ്റിലത്തെ കാപ്പി സൂപ്പറായിരുന്നു അല്ല ഏട്ടാ, നല്ല കാപ്പിയായിരുന്നു. പക്ഷെ എനിക്ക് ആ ബൂസ്റ്റിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടില്ല. അത് ടേസ്റ്റ്, അത് ഷേക്ക് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതോ പിരിഞ്ഞ പാലിൻ്റെ ഒക്കെ ടേസ്റ്റ്. ആ ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കിഷ്ടായില്ല. പിന്നെ അതാ പപ്സും നല്ലായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ മണെടുത്തപ്പോൾ എൻ്റെ എല്ലാം മോള് അവൾ എഴുന്നേറ്റിട്ടുണ്ട്. അവൾക്കും വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. പുറത്തത്തെ ഫുഡുകളൊക്കെ അവൾക്ക് വേണ്ടു. അവളും ഞാനും കൂടിയിട്ട് പപ്സ് ഷെയർ ഇട്ട് കഴിച്ചു. എനിക്കും സമാധാനക്കുറവാണ് അവളെ എഴുന്നേറ്റില്ലെങ്കിൽ. കാരണം അവൾക്കും എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള മൈൻഡുള്ള ഒരാളാണ് ഞാൻ എന്ത് കഴിക്കേണ്ടത് അത് അവൾക്കും കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ചിലർ ചിന്തിക്കും പുറത്തത്തെ ഫുഡ് പിള്ളേർ കൊടുക്കേണ്ടത്, പക്ഷേ എനിക്കങ്ങനെ കൊടുക്കണം കേട്ടോ. പിന്നെ അത് അവൾക്കുള്ള ബ്രഷും പിടിച്ചിട്ടാട്ടോ നടക്കുന്നത്. അവൾക്ക് അവളുടേത് ഐറ്റംസിനോടൊക്കെ ഭയങ്കര പ്രാന്താണ്. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് വീട്ടിലേക്ക് ഐറ്റംസും ഒക്കെ മേടിച്ചു. ഞാൻ വീണ്ടും ഒരു കാസറോൾ മേടിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ വീട്ടിലധികം ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ല, കാരണം വർക്കും കാര്യമായിട്ട് കൂടുതലും ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും. പക്ഷെ അതിന് ഞാനൊരു മടി വിചാരിക്കാറില്ല, ഞാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.